നമസ്കാരം. ജോൺ, ധന്യ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു സ്ഥലത്താണ്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ് തേടിയും പുതിയ ഫുഡും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അലയുകയും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിശന്നിരിക്കുന്നവർക്കും ഒരു 1500ഓളം പേർക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ജൂഡ്സൺ ചേട്ടൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സെഹിയോൻ പ്രേക്ഷിത സംഘത്തിന് അതിൻ്റെ ആ സ്ഥാപനത്തിലാണ്, ആ ഒരു ട്രസ്റ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങളിവിടെ വന്നതാണ്. ഞങ്ങളുടെ സുഹൃത്ത് റുക്സി തച്ചറയ്ക്കൽ എന്ന് പറയുന്ന ഒരു ബെൽസ് പാൾസി രോഗിയാണ്. എന്നാൽ പുള്ളിക്കാരിയുടെ ആ അവസ്ഥയിലും ഒരുപാട് പേരെ സഹായിക്കുകയും ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ധനസഹായമൊക്കെ സമാഹരിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആള്. അപ്പോൾ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാമാണ്. അദ്ദേഹം പറഞ്ഞാണ് ഞങ്ങൾക്കിങ്ങനെ, റുക്സി പറഞ്ഞിട്ടാണ് ജോൺസൺ ചേട്ടൻ്റെ പരിചയപ്പെടാനും ഇവിടെ വരാനും സാധിച്ചത്. വളരെയധികം സന്തോഷം ചേട്ടാ, വളരെ സന്തോഷം. ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 1500 പേർക്ക് 3 നേരം കൊടുക്കുന്ന, ഇതിനൊക്കെ ഉപരി ഒരു ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. ഈ റോഡിലും എല്ലാവരും നമ്മൾക്ക് ശ്രദ്ധിക്കാതെ പോലെ പോകുന്ന ആളുകളുടെ അവർക്ക് വിശപ്പ് മാറ്റാനായിട്ട് എല്ലാ ദിവസവും ഇവർക്ക് വാഹനമാണെങ്കിൽ സ്പോൺസർഷിപ്പിൽ അത് കിട്ടി. ഒരുപാട് പേര് എല്ലാം സ്പോൺസർഷിപ്പിലാണ് കാര്യങ്ങൾ ഓടിപ്പോകുന്നത്. അപ്പോൾ റുക്സിയും നമ്മളും കൂടെ ചേർന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഇത് മാത്രം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളത് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ 2 വാക്ക് നല്ല പറയണം. അത് നമ്മുടെ കടമയായിട്ട് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ. കാരണം നമ്മളൊന്നും ലൈഫിലൊന്നും വേറൊരാൾക്ക് വേണ്ടി അങ്ങനെയൊന്നും നമ്മൾ കഷ്ടപ്പെടുത്തില്ല, ഇടുന്നുമില്ല. പക്ഷെ നമ്മൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹം കിട്ടട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ ഒത്തിരി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന് കയറുമ്പോൾ കാണുന്ന നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അരിയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി സഹോദരിമാരെയാണ്, ചേച്ചിമാരെയാണ് കണ്ടത്. പ്രേക്ഷിത പ്രവർത്തനമാണ് അവരുടെ എല്ലാം. അപ്പൊ ഇവരുടെ ഒത്തിരി പേരുടെ ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. ഈ വാഹനം ഓടിക്കുന്നവർ തൊട്ട് ചേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ. അതുപോലെ നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഈ വർഷം വളരെ നന്നായിട്ട് ഇതിന്റെ പ്രവർത്തനം നടക്കട്ടെ. ദൈവം എല്ലാം നടത്തട്ടെ. ഇടയ്ക്കൊക്കെ മുട്ട് വരുമെന്ന് പറയാം, അടുത്ത ദിവസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ നമുക്ക് ഇടയ്ക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരണ പോലെ അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നാളത്തേക്ക് ഇത്രയും പേർക്ക് ആഹാരം എത്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് ചിന്ത പോകുമ്പോ അപ്പൊ അതൊക്കെ തരണം. കാരണം 1.5 ചാക്കോളം അരി ഒരു ദിവസം, 2 ചാക്ക് വേവിച്ച ഒരു ദിവസം ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാ ദിവസവും ഇതിങ്ങനെ പോവുക, ഇത്രയും ആളുകള്. എന്തായാലും ദൈവാനുഗ്രഹിക്കട്ടെ. പരിചയപ്പെട്ട സന്തോഷം. ഭയങ്കര താങ്ക് യു.